നമസ്കാരം, ഞാൻ ഡോക്ടർ ആമിന, ഫാമിലി ഫിസിഷ്യനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംസ് ആണ്. മംസ് എന്ന് പറഞ്ഞാൽ അഥവാ മുണ്ടിനീർ വീക്കം അല്ലെങ്കിൽ മുണ്ടി വീക്കം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ മംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരാമിക്സോ വൈറസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു അണുബാധ, അതായത് വൈറൽ ഇൻഫെക്ഷനെയാണ് നമ്മൾ മംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംസ് ബാധിച്ച ഒരു കുട്ടിയുടെ സലൈവ അല്ലെങ്കിൽ മുതിർന്ന ഒരാളുടെ സലൈവ, അതായത് തുപ്പലിൽ കൂടെയാണ് ഇത് പകരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ചുമയ്ക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ള ദ്രാവകത്തിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഇങ്ങനെയാണ് ഇത് പകരുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ. പിന്നെ ചില കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരോട്ടൈറ്റിസ് എന്ന് പറയും. അതായത് ഉമിനീരുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പെരോട്ടിഡ് ഗ്രന്ഥി. അത് നമ്മുടെ താടിയുടെയും ചെവിയുടെയും ഇടയ്ക്ക് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ഉമിനീരുണ്ടാക്കുന്ന ഗ്രന്ഥി, അതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പെരോട്ടൈറ്റിസ് എന്നുള്ളൊരവസ്ഥ കൂടെ ഇതുണ്ടാക്കും. അപ്പോൾ ഈ ഒരു രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ചില കേസുകളിൽ അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പം അത് ഇൻഫെക്ഷൻ, അതായത് മസ്തിഷ്കത്തിലേക്ക് ഇൻഫെക്ഷൻ പകരാം. അതിനെ നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ അവയവത്തിലേക്ക് എത്തുന്ന പാങ്ക്രൈറ്റൈറ്റിസ് എന്ന് പറയും. അതേപോലെ തന്നെ അണ്ഡാശയത്തിലേക്കും ചില കുട്ടികൾ വൃഷ്ണത്തിലേക്കും ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമാവാതിരിക്കാൻ, ഭാവിയിൽ ഒരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അമിതമായ ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കുട്ടിക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊന്നും വിടരുത്. അവർ ഐസൊലേറ്റ് ചെയ്ത് വെക്കണം. വീട്ടിൽ തന്നെ ബാക്കി കുട്ടികളോ മുതിർന്നവരുണ്ടെങ്കിൽ ക്ലോസ് കോൺടാക്ട് ചെയ്ത് കൂടുതൽ സമ്പർക്കം വരുമ്പോൾ ഉണ്ടാകുന്ന അണുബാധ ആയതുകൊണ്ട് നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം. പിന്നെ അമിതമായ വേദന ഉണ്ടെങ്കിൽ നമുക്ക് വേദനയുടെ ഗുളിക എടുക്കാവുന്നതാണ്. പിന്നെ പനിയുണ്ടെങ്കിൽ പനിക്ക് വേണ്ടി പാരസെറ്റമോളും കഴിക്കാവുന്നതാണ്. പിന്നെ പെരോട്ടൈറ്റിസ് പോലുള്ള മുണ്ടിനീർ നീക്കം, അതായത് ഇവിടെ വീക്കമൊക്കെ ഉള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എഴുതുന്നതാണ്. പക്ഷേ അത് ആൻറ്റിബയോട്ടിക് എത്ര ഡോസിൽ അളവ് എടുക്കണം എന്നുള്ളതും ഏത് ആൻറ്റിബയോട്ടിക് ആണെന്നുള്ളതും എത്ര ദിവസത്തേക്കാണെന്നുള്ളതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ്. മംസ് എന്നുള്ള അസുഖത്തിന് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ്, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിൽ വരുന്നതാണ്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ തന്നെ അത് വരുന്നതാണ്. MMR എന്ന് പറയും. അതായത് മംസ്, മീസൽസ്, റുബെല്ല എന്നുള്ള അസുഖത്തിനെതിരെയുള്ള വാക്സിനാണ് നമ്മൾ MMR എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 9 മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് മുടക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ 2 ഡോസായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഡോസ് വരുന്നത് 9 മാസത്തിലാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ, അതായത് ചില സ്റ്റേറ്റുകളിൽ നമ്മൾ MMRന് പകരം MR ആണ് കൊടുക്കാറുള്ളത്. കാരണം അത് ആ ഒരു സ്റ്റേറ്റിൽ ഈ മംസിൻ്റെ പ്രിവലൻസ് കുറവായതുകൊണ്ടാണ് അവരത് MR ആക്കി മാറ്റിയത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നതുകൊണ്ട് MMR തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നന്ദി.